ഹായ്. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 58 57ാമത്തെ ദിവസം. ഇന്നലെ ഫാമിലി എല്ലാം വീട്ടിലേക്ക് വരുന്ന ദിവസമായിരുന്നു. 3 പേരുടെ ഫാമിലി വന്നു. അനീഷ്, ഷാനവാസ്, ബിന്നി. അതിൽ അനീഷിൻ്റെ ഷാനവാസിൻ്റെയും ഫാമിലി വന്നപ്പോൾ മാത്രം നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നൊരു എപ്പിസോഡായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടം വരും അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി വരുന്ന സമയത്ത്. ബിന്നിയുടെ പിന്നെ വരുന്ന സമയത്ത് അത്ര തോന്നില്ല. ഒന്നാമത് ചെറുപ്പക്കാരാണ്. പിന്നെ ബിന്നി അവിടെ തന്നെ, ബിന്നിയുടെ ഹസ്ബൻഡ് അവിടെ തന്നെ ഉള്ളത് കൊണ്ട് തോന്നില്ല. കാരണം അതെന്താ അവർക്കൊരു 100 അതിന് മുമ്പ് എന്തൊരു ടാസ്കിൽ എന്തോ ഒരു ഇമ്മ്യൂണിറ്റി പവർ അങ്ങനെ എന്തോ കൊടുത്തത് കൊണ്ട് അതിൻ്റെ ആ ടാസ്കിൻ്റെ ഭാഗമായിട്ട് അത് പിന്നെ ബിന്നിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിന്നി അതുകൊണ്ട് ബിന്നിയുടെ ഫാമിലി കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന് തോന്നുന്നു. എത്ര ദിവസമാണെന്ന് അറിയില്ല, അവിടെ നിൽക്കാം. അപ്പോൾ അതിൽ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അവർ വരുന്ന സമയത്ത് മ്യൂസിക്കൊക്കെ ഇട്ട് നമ്മളെ ഇങ്ങോട്ട്, സത്യം പറഞ്ഞാൽ ഒരു ബിഗ് ബോസ് ഒരു സൈക്കോ ആണ് കേട്ടോ. സൈക്കോ റേറ്റിങ്ങിന് വേണ്ടി ചെയ്യുകയാണെങ്കിലും സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നു. ഭയങ്കരമായിട്ട് ബിഗ് ബോസിനോട് ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഫാമിലി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒരു ടാസ്ക്, 2 പേർക്ക് ഓരോ ടാസ്ക് കൊടുത്തു. സെയിം ടാസ്ക് തന്നെ. അതിൽ വിജയിച്ചാലേ അവർക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ടാവും? അതായത് ഫാമിലി വരുന്നതിന് മുൻപ് ടാസ്ക് ചെയ്താണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഫാമിലി വരുന്ന സമയത്ത് ഇവരകത്തുണ്ട്, ഒരു കൂട്ടിനുള്ളിൽ ഇട്ട പോലെ ഗ്ലാസ് കൂടിനകത്ത് ഇവരെ നിർത്തിയിട്ട് ഫാമിലിക്ക് ഇവരെ കാണാൻ പറ്റില്ല, ഇവർക്ക് ഫാമിലിയെ കാണാം. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇവർ 2 പേരും കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് തന്നെ, സങ്കടപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്കതൊന്നും തോന്നില്ലേ, നമുക്ക് അതിപ്പോൾ എന്താണ് 19 ദിവസം അല്ല 60 ദിവസം അല്ലേ എന്നൊക്കെ നമ്മളും വിചാരിച്ചിട്ടുണ്ട്. ഇതിന് മുൻപും ഫാമിലി വന്ന് ചെയ്യുന്ന സമയത്ത് കാട്ടിക്കൂട്ടുന്ന കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ പ്രവാസികൾക്ക് എത്ര വർഷങ്ങളാണ് കാണാതിരിക്കുന്നത്, 2 വർഷം 3 വർഷം എന്നിട്ട് ഇല്ലാത്തതാണോ എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൺമുന്നിൽ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിഷമം വരുമല്ലോ. പെട്ടെന്ന് അങ്ങനെ 10-60 ദിവസം കാണാതെ, കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഫോൺ കോളില്ല, മെസ്സേജ് ഇല്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കണം. പെട്ടെന്ന് വരുന്ന സമയത്ത് ആ ഒരു സങ്കടം ഉണ്ടാവും. അപ്പോൾ ഇവർ 2 പേരുടെ ഫാമിലി വന്നപ്പോൾ, അതായത് 2 പേരും ഓവറായിട്ട് കാണിച്ചില്ല. മനസ്സിൻ്റെ ഉള്ളിലുള്ള സത്യസന്ധമായ ആ വിഷമങ്ങൾ മാത്രം. ചിലവരങ്ങനെ നിലവിളിച്ച് കാവി കൂകി നിലവിളിച്ച് കെട്ടിപ്പിടിച്ച് കടന്ന് മറിഞ്ഞ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, കാട്ടിക്കൂട്ടലെന്ന് പറയാം. ഇത് പക്ഷേ ഇത് 2 പേരും അങ്ങനെ നിന്ന് സൈലൻ്റായി നിന്ന് ഷാനവാസ് അങ്ങനെ കരയുന്ന, അനീഷും അങ്ങനെ കരഞ്ഞ് നിൽക്കുന്ന ആ ഒരു സീന്. അതിൻ്റെ ഇടയിൽ ടാസ്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ വെറുതെ പോകണം. അതൊരു സൈക്കോ തരമാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. പിന്നെ അവർ വരാത്ത സമയത്താണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതായത് അവരവിടെ എത്തിയിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. എത്താത്ത മുൻപ് ടാസ്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുമായിരിക്കും. അതും ഭയങ്കര ടാസ്ക് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണെന്നേ. അവരുടെ ഒരു പസിൽ പോലെ കൊടുത്തിരിക്കുകയാണ്. അവരുടെ ഫോട്ടോ കട്ട് പീസാക്കിയിട്ട് അവർ അതിൽ ഒട്ടിച്ചിട്ട് ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞിട്ട് അത് പിന്നെയും നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. അത് പിന്നെയും ഷാനവാസ് പെട്ടെന്ന് ചെയ്തു. അനീഷ് കുറച്ച് സ്ലോ ആയാലും അത് അനീഷും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു സ്കെയിലിൽ അടുക്കിയിട്ട് കട്ട വെച്ചിട്ട് അത് നടന്നു പോയിട്ട് ഒരു ബോളിൽ കൊണ്ടുവയ്ക്കണം. അത് ഷാനവാസ് 3-4 പ്രാവശ്യമൊക്കെ പോയി. നമുക്ക് എപ്പിസോഡിലെ തന്നെ 3-4 പ്രാവശ്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷാനവാസിന് ടെൻഷനാകാൻ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഷാനവാസ് അത് കംപ്ലീറ്റ് ചെയ്തു. അനീഷ് പാവം എത്ര ചെയ്തിട്ടും പറ്റുന്നില്ല. അങ്ങനെ ഷിവറൊക്കെ കൈയൊക്കെ വിറച്ചു, ഫേസൊക്കെ ചേഞ്ചായി, കൈയൊക്കെ വിറച്ചു. അവസാനം ആള് ടയേർഡായി ഇരുന്നു. പിന്നെ ബിഗ് ബോസ് തന്നെ ടാസ്ക് ഇൻകംപ്ലീറ്റ് ആയില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് ബിഗ് ബോസ് തന്നെ പിന്നെ അകത്തേക്ക് വിളിച്ചു. ബിഗ് ബോസിന് ഇതൊക്കെ ഒരു വലിയൊരു 1-ാം തരം 3rd റേറ്റ് പരിപാടിയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ബിഗ് ബോസ്. അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ അതിന് മുൻപ് പറയാം, കാലത്ത് തന്നെ നമുക്ക് ഏതാണ് ഡിങ്കിരി പട്ടാളമായി പാട്ടൊക്കെ വന്നു. അതിന് മുൻപുള്ള കാര്യമാണ് കേട്ടോ. ഡിങ്കിരി പട്ടാളത്തിൻ്റെ പാട്ടൊക്കെ വെച്ച് അവർ വന്നു. അത് കഴിഞ്ഞ കാലത്ത് തുടങ്ങി കച്ചറ ബിന്നിയും അനീഷും. സംഭവം അനീഷ് രാവിലെ സംസാരിച്ചതൊക്കെ ജെന്യുവനായിട്ടുള്ള കാര്യമാണ്. കാരണം പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല. കാരണം ഇവർക്ക് ശനിയും ഞായറൊക്കെ ഫുഡ് പുറത്തുനിന്നാണെന്ന് തോന്നുന്നു, അവിടെ എല്ലാം ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ അത് വെള്ളിയാഴ്ചത്തെ മറ്റേ പാത്രങ്ങളാണ് അവിടെ കഴുകാതെ അവിടെ കിടക്കുന്നത്. അപ്പോൾ പാത്രങ്ങൾ കഴുകിയില്ല, അതിനെക്കുറിച്ച് അനീഷ് പറഞ്ഞു. അപ്പോൾ അവൾ സമ്മതിക്കുന്നുണ്ട്, ആ പാത്രം കഴുകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് അവൾ തന്നെ ഫെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷിനൊരു കുഴപ്പമുണ്ടല്ലോ, ഈ പറഞ്ഞ് വെറുപ്പിക്കുന്നത്. അത് എത്ര പറയണ്ടെന്ന് പറഞ്ഞാലും പാത്രം കഴിയില്ല, നീ പാത്രം കഴിയില്ല. അതാണ് വലിയ പ്രശ്നം. എപ്പോഴും ലാലേട്ടനും പറയാറുണ്ട്, എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട്.
പക്ഷേ ലക്ഷ്മി കൂളായിട്ട് സമ്മതിക്കുന്നുണ്ട്. ലക്ഷ്മി അതായത് നമ്മളുടെ വലിയൊരു മിസ്റ്റേക്ക്, നമ്മൾ പാത്രം കഴുകാത്തതുകൊണ്ടാണെന്ന് കൂളായിട്ട് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പിന്നെയും സമ്മതിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകതയാണ് ബിന്നി ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഫാമിലിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഫാമിലി വരുന്നെന്ന് പറഞ്ഞു. ആരുടെ ഫാമിലിയാണെന്ന് പറഞ്ഞില്ല. പിന്നെ ബിന്നിക്ക് ഇങ്ങനെ ഫാമിലിക്ക് നിൽക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് ബിന്നിയുടെ ഫാമിലിക്ക് ഇവിടെ കുറച്ച് ദിവസം നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അതിനിടെ അക്ബറിൻ്റെ ഡയലോഗുകൾ ഇനിയിപ്പോൾ അവർ തേണ്ടായിട്ട് വരാൻ തുടങ്ങും. അങ്ങനെ ആദിലയെ പോയി കൊണ്ട് കുറച്ച് കരയിപ്പിച്ചു. കാരണം എല്ലാവരുടെയും വരും, അങ്ങനെ ആദിലയുടെയും വരും. ആദിലേക്ക് ആരുള്ളത്, ദിയാസന മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നൂറ പോയി പറയുന്നുണ്ട് ഇങ്ങനെ പറയല്ലേ, ഞങ്ങൾക്ക് സങ്കടമാകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ ആദിലയുടെ പൊട്ടിക്കരച്ചിലാണ് കാണുന്നത്. അനുമോള് ആശ്വസിപ്പിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഫാമിലി വന്നു. ഫാമിലി വരുമ്പോഴാണ് ഈ ടാസ്ക് കൊടുത്ത്, കാരണം നമുക്കത് കണ്ണെന്നറിയും. കാരണം ഇവർ കയറി വരുമ്പോൾ തന്നെ ഇവരിനെ ഒരു കൂട്ടിനകത്തിട്ട പോലെ ഒരു ഗ്ലാസ് റൂമിനകത്ത് വെച്ചിരിക്കുകയാണല്ലോ. അവരിത് കാണുന്നുണ്ട്. അവർ വരുമ്പോൾ ആ രണ്ടുപേരും കൂടി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് സങ്കടം വന്ന് കരയും, നമ്മൾ തന്നെ കരയും. അത് കഴിഞ്ഞും കൊണ്ട് ടാസ്ക് കൊടുത്തിട്ട് നിങ്ങളിത് കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഭയങ്കരമായിട്ട് പ്രശ്നമായത്. അപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ആ ടാസ്ക് അങ്ങനെ ഒരാളെ വിജയിച്ചില്ല, അങ്ങനെ കൊണ്ട് നടന്നു. പിന്നെ അവിടെയുള്ള കാട്ടിക്കൂട്ടലായിരുന്നു, നെവിൻ്റെ കാട്ടിക്കൂട്ടൽ. നെവിന് വരുമ്പോൾ എന്നൊക്കെ കണ്ട് കാണിച്ചു കൂട്ടുന്നുണ്ട്. വാർത്ത ഒരു ഫാമിലിയുടെ പറയുമ്പോൾ എനിക്കിഷ്ടമാണ്, എനിക്ക് നെവിനെ ഇഷ്ടം, ഞാൻ നെവിൻ്റെ ഫാനാണ് പറയുമ്പോൾ കിടന്ന് തുള്ളുന്ന കണ്ടു. അതുപോലെ ഷാനവാസിൻ്റെ ഫാമിലി അങ്ങനെ പറയുന്ന സമയത്ത്, കുഞ്ഞ് പറയുന്ന സമയത്ത് അപ്പോഴും തുള്ളുന്ന കണ്ടു. പിന്നീട് ഹസ്ബൻഡ് വന്നപ്പോഴും അതേപോലെ എന്തൊക്കെ തുള്ളിച്ചാട്ടിലും കണ്ടു. അങ്ങനെ ഭയങ്കരമായിട്ട് അത് അവരുടെ ഒരു ശൈലി ഉണ്ടല്ലോ, LGBTQൻ്റെയോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ശൈലിയിൽ കാണിക്കുന്ന മണ്ടത്തര കുണുക്കം കൂടുതലാണല്ലോ മെയിനായിട്ട്. എന്തെങ്കിലും പറയുമ്പോഴേക്കും ആ കുണുക്കം കൊണ്ട് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അവർക്കത് ചിലപ്പോൾ സാധാരണ പോലെ ആയിരിക്കും, നമുക്ക് ദേഷ്യം വരും എന്താണെന്ന്. പിന്നെ ഫാമിലി വരുന്നതിന് മുൻപായിരുന്നു പിന്നെ നോമിനേഷനിൽ കുറച്ച് പേര് വന്നു. നോമിനേഷനിൽ വന്നതിൽ എന്തായാലും ഈ ആഴ്ച സാബുമോനും ഒനിയലും പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം ഷാനവാസില്ല നോമിനേഷനിൽ, ഷാനവാസില്ല, അനീഷില്ല. അപ്പോൾ ഷാനവാസിൻ്റെ അനീഷിൻ്റെ വോട്ടാണ് ഏറ്റവും കൂടുതലുണ്ടെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ധാരണ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെയും സാബുമോനോ ഒണിയലോ പോകാൻ വളരെ വളരെ വലിയൊരു ചാൻസ് ഉണ്ട്. അതാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നത് നെവിൻ, ലക്ഷ്മി, ഒനിയിൽ, ആദില, അനുമോള്, നൂറ, ജിസൈൽ, സാബുമോൻ. ഇത്രയും പേരാണ്. 3 6 8 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ആഴ്ച ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചു. അപ്പോൾ ഈ ആഴ്ച ക്യാപ്റ്റൻ ബിന്നി ആയതുകൊണ്ട് ബിന്നിയും ഒഴിവായി. പിന്നെ അവർക്ക് ഷാനവാസിനും അനീഷിനും ഒരു വോട്ടേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് നോമിനേഷനിൽ വന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ എപ്പിസോഡ് കണ്ടുപോയി. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡാണ്, കണ്ണ് നിറഞ്ഞുള്ള ഒരു എപ്പിസോഡായിപ്പോയി. പിന്നെ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നിരിക്കുന്ന സമയത്ത് ഈ നെവിൻ കൂടെ പുറകിൽ നടന്ന് അവരുടെ അടുത്ത് പോയിരുന്ന് അവരെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ ഇവൻ്റെ ഈ കുണുക്ക് പോണ സഹിക്കാൻ പോയത്. ബാക്കിയുള്ളവരെല്ലാം ഒരു ഡിസ്റ്റൻസ്, കാരണം അവർ വന്ന് 10-60 ദിവസം കാണാതെ 57 ദിവസമായി അല്ലേ, 56 ദിവസമായി, 57 ദിവസം. അപ്പോൾ ഞാൻ അന്നേരമൊക്കെ 57 ദിവസത്തെ കാണാതെ 10 ദിവസം കാണാതെ വന്നിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി കട്ടിലിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഓപ്പോസിറ്റ് പോയിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്നാണ് അറിയാത്തത്. ഇതൊക്കെ പുറത്ത് നല്ല രീതിക്ക് വരുമെന്നാണ് നെവിൻ്റെ വിചാരം. പക്ഷെ അതൊക്കെ റോങ് ആണെന്ന് ആർക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഈ ആഴ്ച കണ്ടറിയാം, സാബുമോൻ പോവോ, ലക്ഷ്മി പോവോ, ഒനിയൽ പോവോ ഒന്ന് കണ്ടറിയാം. എന്തായാലും ഇവരുടെ വോട്ട് കിട്ടും. ആരുടെ? ഷാനവാസിൻ്റെയും മറ്റേ 2 പേരുടെ വോട്ടും ഇങ്ങോട്ട് കിട്ടാതിരിക്കില്ല. ഷാനവാസിൻ്റെ വോട്ടും കിട്ടും, അനീഷിൻ്റെ വോട്ടും കിട്ടും. ഇവർക്ക് ആദിലേക്ക് നോറിക്ക് കിട്ടാനാണ് ചാൻസ് കൂടുതൽ. ലക്ഷ്മിക്ക് അനുമോളിന് കിട്ടില്ല. ആദിലേക്ക് നോറിയാണല്ലോ ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് നടക്കുന്നവരുടെ ആയിട്ടില്ല. പിന്നെ അക്ബറെ കരയിപ്പിച്ച് വിടുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. അതിൽ കുറച്ച് കരഞ്ഞു. അപ്പോൾ അവർക്ക് സങ്കടമുണ്ട്, ഇനി പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ പോയി പറഞ്ഞു. അക്ബർ സാധാരണ അവരെ പറഞ്ഞതാണ്. പിന്നെ എനിക്ക് മനസ്സിലായില്ലേ എന്തിനാ ഇപ്പോൾ കരയുന്നത്. ഇവരെല്ലാം ഓക്കെ ആയിട്ടല്ലേ അങ്ങോട്ട് പോയതും ഇവർ വീട് വിട്ട് ഇറങ്ങിയതൊക്കെ വീട്ടുകാർ വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്.
പിന്നെ ചിലപ്പോൾ സങ്കടം ഉണ്ടാവും. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ എല്ലാവരുടെയും വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരുടെ മാത്രം വരാതിരിക്കുമ്പോഴൊരു വിഷമം ഉണ്ടല്ലോ, ആ വിഷമം ഉണ്ടാവുന്നു. അതുകൊണ്ടായിരിക്കും സങ്കടം വന്ന്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നലത്തെ. എന്താണ് വേറെ? അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ആഴ്ച ആർക്കാണ് വോട്ട് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.